കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു പ്രസ്താവന. 5 വർഷത്തിനുള്ളിൽ പുതുപ്പള്ളിയിൽ IPL നടത്തും. ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ചാണ്ടി ഉമ്മനാണ്. ക്രിക്കറ്റ് ആരാധകർക്ക് കേൾക്കുമ്പോൾ തന്നെ ആവേശം നൽകുന്ന ഒരു വാക്ക്. പക്ഷേ അതേസമയം പലർക്കും സംശയങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നത് ഒരു സാധാരണ ടൂർണമെൻ്റ് അല്ല. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ T20 ലീഗുകളിൽ ഒന്നാണ്. ലോകമെമ്പാടുമുള്ള താരങ്ങൾ, കോടികൾ ചിലവഴിക്കുന്ന ഫ്രാഞ്ചൈസികൾ, വലിയ സ്റ്റേഡിയങ്ങൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ. അപ്പോൾ ചോദ്യം ഇതാണ്: പുതുപ്പള്ളി പോലൊരു മണ്ഡലത്തിൽ ഇത് സാധ്യമാകുമോ? പുതുപ്പള്ളി ഇപ്പോൾ ഒരു സാധാരണ പ്രദേശമാണ്. ഇവിടെ ഒരു IPL മാച്ച് പോലും നടത്താൻ കുറഞ്ഞത് 30,000 തൊട്ട് 50,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സ്റ്റേഡിയം, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പിച്ച് ആൻഡ് ഗ്രൗണ്ട്, എയർപോർട്ട് കണക്ടിവിറ്റി, ഹൈ ലെവൽ സെക്യൂരിറ്റി സംവിധാനം, ഹോട്ടൽസ്, ട്രാൻസ്പോർട്ട് ആൻഡ് പാർക്കിംഗ് ഫെസിലിറ്റീസ്, ഇവയെല്ലാം വേണം. ഇപ്പോൾ നോക്കുമ്പോൾ ഇതൊന്നും അവിടെ നിലവിലില്ല. പക്ഷേ ഇത് പൂർണ്ണമായും അസാധ്യമാണോ? അല്ല. കാരണം ഇന്ത്യയിലെ പല നഗരങ്ങളും മുൻപ് ഇങ്ങനെ തന്നെ ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് വലിയ ക്രിക്കറ്റ് സെൻറ്ററുകളായി മാറിയതാണ്. അതായത് ഇതൊരു ഇമ്പോസിബിൾ പ്രോമിസ് ആണോ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം വിഷൻ ആണോ? പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇതൊരു വലിയ സ്വപ്നമാണ്. പുതുപ്പള്ളിയെ വികസിപ്പിച്ച് ഒരു സ്പോർട്സ് ഹബ്ബാക്കി മാറ്റാനുള്ള പ്ലാൻ. അവരുടെ അഭിപ്രായത്തിൽ ഇത് IPL മാത്രമല്ല, റോഡുകൾ, ടൂറിസം, ബിസിനസ്, മൊത്തത്തിലൊരു വലിയ വികസനത്തിനുള്ള തുടക്കമാണ്. വിമർശകർ പറയുന്നത് 5 വർഷം കൊണ്ട് ഇത് നടക്കുക പ്രായോഗികമല്ല. ഇതൊരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണ്. കാരണം ഇത്ര വലിയ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സമയം, പണം, പ്ലാനിംഗ് എല്ലാം വേണം. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് വെറും പ്രസ്താവനയിലൊതുങ്ങുമോ, അല്ലെങ്കിൽ ഇതിന് പിന്നാലെ കോൺക്രീറ്റ് ആക്ഷൻ ഉണ്ടാകുമോ? കാരണം ഒരു സ്റ്റേഡിയം പണിയുന്നതിന് മാത്രം പോരാ. IPL നടത്താൻ BCCL അപ്രൂവൽ, ഫ്രാഞ്ചൈസീസ് ഇൻട്രസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടി വേണം. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം ഇപ്പോൾ ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ചിലർക്ക് ഇത് ആവേശം, ചിലർക്ക് ഇത് സംശയം, ചിലർക്ക് ഇത് പൊളിറ്റിക്സ്. അവസാനം ഒരു യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നത് വരാനിരിക്കുന്ന വർഷങ്ങളാണ് തീരുമാനിക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പ്: ഇത്തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷയും ചർച്ചകളും സൃഷ്ടിക്കും. ഇപ്പോൾ ചോദ്യം നിങ്ങളോട്: 5 വർഷത്തിനുള്ളിൽ പുതുപ്പള്ളിയിൽ IPL നടക്കുമോ, അല്ലെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആയി മാത്രം തുടരുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.